അക്ഷര വെളിച്ചം പകർന്നു നൽകി വിജ്ഞാനത്തിന്റെ അനന്തവിഹായസിലേക്ക് അനേകായിരങ്ങളെ കൈപിടിച്ചുയർത്തിയ മഞ്ഞപ്ര സെന്റ് മേരീസ് യു പി സ്കൂൾ വിജയക്കൊടി പാറിച്ചുകൊണ്ട് ഒരു അധ്യയന വർഷം കൂടി പൂർത്തിയാക്കുകയാണ്. മഞ്ഞപ്ര നാടിന് അഭിമാനമായി നിലകൊള്ളുന്ന ഈ വിദ്യാലയത്തിന് ഈ വർഷവും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സുത്യർഹമായ സേവനങ്ങൾക്ക് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചറിനും ബേബി സാറിനും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം 2024-25 അധ്യയന വർഷ പ്രവർത്തന റിപ്പോർട്ടിന്റെ നേർക്കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മണ്ണിനോട് മല്ലടിച്ച് ഉപജീവനം കഴിച്ചിരുന്ന, അറിവിലും പരിഷ്കാരത്തിലും വളരെ പിന്നിലായിരുന്ന മഞ്ഞപ്ര നിവാസികളുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച അക്ഷരമുത്തശ്ശിയാണ് സെന്റ് മേരീസ് യു പി സ്കൂൾ വിദ്യാലയം. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ചാവറപിതാവിന്റെ ആശയത്തെ ആസ്പദമാക്കി മഞ്ഞപ്ര മാർസ്ലീവ ഫൊറോന ചർച്ചിന്റെ കീഴിൽ രൂപീകൃതമായ ഈ വിദ്യാലയം അങ്കമാലി വിദ്യാഭ്യാസ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ യു പി സ്കൂൾ ആയിരുന്നു. വിദ്യാലയ അഭ്യുന്നതയുടെ ഉത്തുംഗ ശ്രേണിയിൽ 1200ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഈ വിദ്യാലയം 1988-89 കാലഘട്ടത്തിൽ മികച്ച വിദ്യാലയത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കി. കലാ ശാസ്ത്ര മേഖലകളിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുന്ന ഈ വിദ്യാലയത്തെ ഇന്ന് നയിക്കുന്നത് മാനേജർ വെരി റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛനാണ്. വിദ്യാലയത്തിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനായി ദേവാലയ ട്രസ്റ്റിമാരായ ശ്രീ ടോമി മൈപ്പാന്റെയും ശ്രീ റോയ് തോട്ടക്കരയുടെയും സേവനം ലഭിച്ചു വരുന്നു. 2010 മുതൽ ഈ വിദ്യാലയം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് ഫാദർ തോമസ് നങ്ങേലിമാലിയും അസിസ്റ്റന്റ് മാനേജറും ഈ വിദ്യാലയത്തിന്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയുമായ റെവറൻഡ് ഡോക്ടർ ബെന്നി പാലാട്ടിയുമാണ് വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാലയത്തിനാവശ്യമായ അധ്യാപകരുടെ നിയമനവും അനുബന്ധ പ്രവർത്തനങ്ങളും കൂടാതെ ഓരോ അധ്യയന വർഷത്തിലെയും അക്കാദമിക, സാമ്പത്തിക, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ചിട്ടയായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും വിദ്യാലയ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നതിലും കോർപ്പറേറ്റ് ഏജൻസിയുടെ കലൂർ ഓഫീസ് അംഗങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തുന്നു. ആലുവ വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ നിരന്തരമായി വിജയഗാഥകൾ രചിച്ചുകൊണ്ടിരുന്ന പറവൂർ സെന്റ് ജെർമൻസ് വിദ്യാലയത്തിൽ 27 വർഷം LP അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ശേഷം പ്രധാന അധ്യാപികയായി ഈ വിദ്യാലയത്തിലേക്ക് പ്രമോഷനായി വന്ന ശ്രീമതി ബിന്ദു വർക്കി പയ്യപ്പിള്ളിയാണ് ഇപ്പോൾ ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപിക. 137 വിദ്യാർത്ഥികളുള്ള വിദ്യാലയത്തിലേക്കാണ് ടീച്ചർ കടന്നു വന്നത്. ടീച്ചറിന്റെ സ്ഥിരോത്സാഹത്തിന്റെയും അർപ്പണബോധത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ഫലമായി 5, 6, 7 ക്ലാസുകളിൽ 6 ഡിവിഷനുകളിലായി 200 വിദ്യാർത്ഥികൾ ഇന്നിവിടെ അധ്യയനം നടത്തുന്നു. എല്ലാ ക്ലാസുകളിലും ഒരു ഡിവിഷൻ മലയാളം മീഡിയവും രണ്ടാമത്തേത് ഇംഗ്ലീഷ് മീഡിയവുമാണ്. ഈ വിദ്യാലയത്തിന്റെ ഓരോ ദിവസവും 9:20 അധ്യാപകരുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. 9:30 നടത്തപ്പെടുന്ന മോർണിംഗ് അസംബ്ലിയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ വിവിധ ഭാഷാ ക്ലാസുകളും വെള്ളിയാഴ്ച ശാസ്ത്ര ക്ലബ്ബുമാണ് അസംബ്ലിക്ക് നേതൃത്വം നൽകുന്നത്. അസംബ്ലിയിൽ എല്ലാ ദിവസവും പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ചോദിക്കുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടികളെ അസംബ്ലിയിൽ ആദരിക്കുന്നു. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതിനാൽ വിദ്യാലയത്തിൽ ജന്മദിനത്തിന് മിഠായികൾ നിരോധിച്ചിരിക്കുന്നു. പകരമായി ഉച്ചയൂണിലേക്ക് പച്ചക്കറികൾ സംഭാവന ചെയ്യുന്നു. 9:45 മുതൽ 3:45 വരെയാണ് അധ്യയന സമയം. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകൾക്ക് പുറമെ സംസ്കൃതം 1ാം ഭാഷയായി ഇവിടെ പഠിപ്പിക്കുന്നു. അടിസ്ഥാന ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങൾക്ക് പുറമെ GK, കമ്പ്യൂട്ടർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, മോറൽ സയൻസ് എന്നീ വിഷയങ്ങളിലും ഇവിടെ പ്രത്യേക പരിശീലനം നൽകുന്നു. ആരോഗ്യം, കലാകായിക പ്രവൃത്തി പരിചയ വിഷയങ്ങൾക്കും പ്രത്യേകം പിരീഡുകൾ ഉണ്ട്. ഈ വിദ്യാലയത്തിന്റെ വളരെ കാലത്തെ സ്വപ്നമായിരുന്ന ഗൈഡിംഗ് യൂണിറ്റ് ഈ വർഷം മുതൽ നമ്മുടെ സ്കൂളിലും ആരംഭിക്കാനായി. 2 വർഷം കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ
ശക്തമായൊരു ബാൻഡ് സെറ്റ് ടീമിനെ പരിശീലിപ്പിച്ചെടുക്കുവാനും ശ്രീ അജിത് സാറിന് സാധിച്ചു. താൽപ്പര്യമുള്ള കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നടത്തുവാൻ PTA പ്രസിഡന്റ് ശ്രീ ജിജോ ആന്റണിയുടെയും സുബിത ടീച്ചറിന്റെയും സേവനം ലഭിച്ചു വരുന്നു. സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബും 5000-ൽ പരം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈബ്രറിയും ഭ്രൂണാവസ്ഥയിലുള്ള ശിശു മുതൽ വ്യത്യസ്ത ജീവികളെ പ്രിസർവ് ചെയ്തിരിക്കുന്ന സയൻസ് ലാബും ഇവിടെ സജ്ജീകൃതമാണ്. ഓരോ വിഷയത്തിനും അതത് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും BEdഉം MEdഉം MPhilഉം ഡോക്ടറേറ്റും നേടിയ അധ്യാപകരാണ് ഇവിടെ അധ്യയനം നടത്തുന്നത്. എന്നും രാവിലെ ഒരു മണിനാദത്തോടെ ഈ വിദ്യാലയത്തെ തൊട്ടുണർത്തുന്ന കുട്ടികളുടെ സ്വന്തം ഷീനാമയും ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ എന്നും രുചികരമായ ഭക്ഷണം വെച്ച് വിളമ്പുന്ന മേരി ചേച്ചിയും ഈ വിദ്യാലയത്തിന്റെ ജീവനാഡികൾ തന്നെ. വിദ്യാലയത്തിന്റെ സർവതോന്മുഖമായ വികാസത്തെ ലക്ഷ്യമാക്കി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ കൃത്യമായി നടപ്പാക്കുന്ന ശക്തമായ PTA ആണ് നമ്മുടെ വിദ്യാലയത്തിന്റെ കൈമുതൽ. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും വിദ്യാർത്ഥികളുടെ ക്ഷേമകാര്യങ്ങളിലും സ്കൂളിന്റെ എല്ലാ തളർച്ചയിലും ഉയർച്ചയിലും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിറസാന്നിധ്യമാണ്. ശ്രീ ജിജോ ആന്റണി PTA പ്രസിഡന്റായും ശ്രീമതി രാജി രൂപേഷ് MPTA പ്രസിഡന്റായും മുന്നോട്ടു പോകുന്ന PTA കമ്മിറ്റി ഏക മനസ്സായി ഈ വിദ്യാലയത്തെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായ കാലയളവിൽ PTA ജനറൽ ബോഡിയും ടേമിനൽ മിഡ് ടേം എക്സാമുകൾക്ക് ശേഷം ക്ലാസ് PTAയും കൂടി വരുന്നു. ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ഈ വിദ്യാലയത്തിലെ ഷീജ ടീച്ചറും ജൂലൈ 14-ന് മാതാപിതാക്കൾക്കായി സംഘടിപ്പിച്ച ക്ലാസ് ദീപിക പത്രം കൊച്ചി ബ്യൂറോ ചീഫ് ശ്രീ സിജോ പൈനാടത്തും നയിക്കുകയുണ്ടായി. ഇതുവരെ ഈ വിദ്യാലയത്തിന്റെ പുരോഗതിക്കായി PTA അംഗങ്ങൾ സമർപ്പിച്ച എല്ലാ സഹകരണത്തിനും ഹൃദ്യമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. 2024-25 അക്കാദമിക വർഷത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സ്കൂൾ മാനേജർ റിവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടനും ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തിക്കൊണ്ടായിരുന്നു. നവാഗതരായ വിദ്യാർത്ഥികളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നെറുകയിൽ കളഭം ചാർത്തിയും മധുരപലഹാരങ്ങൾ നൽകിയുമാണ് വരവേറ്റത്. ഓരോ വിദ്യാർത്ഥിയും അധ്യാപകർ പകർന്നു നൽകിയ അക്ഷരദീപം മാതാവിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹം തേടി. കൊഴിഞ്ഞു പോകുന്ന ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് ഒരു പിടി നേട്ടങ്ങളുടെ വർഷമായിരുന്നു. USS പരീക്ഷയിൽ അൻവിൻ മനോജിന് സ്കോളർഷിപ്പ്, KCBC സംസ്ഥാനതല മോറൽ സയൻസ് പരീക്ഷയിൽ അതുല്യ രാജേന്ദ്രന് 2ാം റാങ്ക്, സബ് ജില്ലാ യുവജനോത്സവത്തിലും സംസ്കൃതോത്സവത്തിലും ഓവറോൾ 3ാം സ്ഥാനം, സബ് ജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ 4ാം സ്ഥാനം, എറണാകുളം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നടപ്പാക്കിയ ആർട്സ് ഫെസ്റ്റിൽ ഓവറോൾ 1ാം സ്ഥാനം, സ്പോർട്സ് ഫെസ്റ്റിൽ ഓവറോൾ 2ാം സ്ഥാനം, മാർച്ച് പാസ്റ്റിൽ 1ാം സ്ഥാനം, മോറൽ സയൻസ് ബെസ്റ്റ് യൂണിറ്റ് അവാർഡ്, DCL ജില്ലാതല മത്സരത്തിൽ ദിയ ദേവസിക്കുട്ടി, ഗൗരി നന്ദ അജി എന്നിവർക്ക് ഫസ്റ്റ് A ഗ്രേഡ്, സംസ്ഥാന തലത്തിൽ ഗൗരി നന്ദ അജിക്ക് ഉപന്യാസ രചനയിൽ A ഗ്രേഡ്, സബ് ജില്ലാതല ശാസ്ത്രമേളയിൽ സയൻസ് വർക്കിംഗ് മോഡലിന് 3rd A ഗ്രേഡ്, സബ് ജില്ലാ കായികമേളയിൽ അശ്വിൻ ഷിജോയ്ക്ക് ലോങ് ജമ്പിൽ 2ാം സ്ഥാനം, ലയൺസ് ക്ലബ് എറണാകുളം പ്രവിശ്യ ചിത്രരചനാ മത്സരത്തിൽ റേച്ചൽ ജോബിൻ ഫസ്റ്റ് പ്രൈസ് ക്യാഷ് അവാർഡ്, ഡിൽറ്റ ദേവസിക്കുട്ടി സെക്കൻഡ് പ്രൈസ് ക്യാഷ് അവാർഡ് എന്നീ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. ഈ നേട്ടങ്ങൾ അത്രയും കൈവരിക്കുവാൻ സഹായിച്ച മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അക്ഷീണമായ പ്രയത്നങ്ങൾ ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തോട് ചേർന്ന് നിൽക്കുന്ന അഭ്യുദയകാംക്ഷികൾ ഈ വിദ്യാലയത്തിനായി നൽകിയ സംഭാവനകൾ വലുതാണ്. സാവന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് ഈ വർഷം വിദ്യാലയത്തിലെ മുഴുവൻ ക്ലാസുകളിലേക്കും ദിനപത്രം സ്പോൺസർ ചെയ്തത്. പത്രവാർത്തകൾ കോർത്തിണക്കി എല്ലാ വെള്ളിയാഴ്ചകളിലും ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അതിലെ വിദ്യാർത്ഥികളിൽ നിന്നും മെഗാ ഫൈനൽ മത്സരം നടത്തുകയും അതിൽ ശ്രീജിനി സതീഷ് കുമാർ, മഹേശ്വർ രൂപേഷ് സഫ്രോൺ ഗ്രൂപ്പ് 1ാം സ്ഥാനവും, അന്ന റോസ് ഷൈജു ബിന്യാമിൻ ടീം
ടൂലിപ്സ് ഹൗസിന് 2ാം സ്ഥാനവും ലഭിക്കുകയുണ്ടായി. എല്ലാ വർഷവും കൈനിറയെ സമ്മാനങ്ങളുമായി കടന്നുവരുന്ന മഞ്ഞപ്ര ലയൺസ് ക്ലബ് അംഗങ്ങൾ ഇക്കുറി 1,00,000 രൂപയുടെ പാചക ഉപകരണങ്ങളുമായാണ് കടന്നുവന്നത്. ഫ്രിഡ്ജ്, മിക്സി, അലമാര ഉൾപ്പെടെ വലുതും ചെറുതുമായ ഒരുപാട് പാചക ഉപകരണങ്ങൾ നമുക്ക് നൽകി. പൂർവ്വ വിദ്യാർത്ഥിയായ ഗോഡ്വിൻ വർഗീസിന്റെ സഹായത്താൽ 20,000 രൂപയുടെ പഠനോപകരണങ്ങളും ബസ് ഫീസും സ്പോൺസർ ചെയ്യുവാൻ സാധിച്ചു. അങ്കമാലി ഡീപോൾ വിൻസെൻഷ്യൻ സൊസൈറ്റിയുടെയും സിറ്റി ടവറിന്റെയും സഹായത്താൽ 50ഓളം ബാഗുകൾ അർഹരായ കുട്ടികൾക്ക് നൽകുവാൻ നമുക്ക് സാധിച്ചു. ഈ വർഷം വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന ബിന്ദു ടീച്ചറും ബേബി സാറും ചേർന്ന് സമർപ്പിച്ച നമ്മുടെ പുതിയ സ്റ്റേജ് ഈ വിദ്യാലയത്തിൽ നിന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. വിദ്യാർത്ഥികളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ മഞ്ഞപ്ര ഹെൽത്ത് സെന്ററിന്റെ സേവനം നന്ദിയോടെ ഓർക്കുന്നു. നേത്രപരിശോധനാ ക്യാമ്പ്, റാബിസ് വൈറസ് ബോധവൽക്കരണ ക്ലാസ്, വാക്സിനേഷൻ, കൊതുക് നിവാരണ യജ്ഞം എന്നിങ്ങനെ വ്യത്യസ്ത പ്രവർത്തനങ്ങളാൽ മഞ്ഞപ്ര ഹെൽത്ത് സെന്റർ ഈ വിദ്യാലയത്തോട് ചേർന്ന് നിൽക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ പ്രധാന അധ്യാപകനായിരുന്ന ജോസഫ് സാറിന്റെ കൃഷി പാഠശാല സന്ദർശനങ്ങൾ നന്മ നിറഞ്ഞ കാർഷിക സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു. ഈ വിദ്യാലയത്തിന്റെ അഭ്യുന്നതിക്കും സുഗമമായ നടത്തിപ്പിനും വേണ്ടി വിവിധങ്ങളായ സംഭാവനകൾ നൽകിയ ഏവരെയും നന്ദിപൂർവ്വം ഇവിടെ അനുസ്മരിക്കുന്നു. ദിനാചരണങ്ങളുടെ പ്രാധാന്യം വിദ്യാർത്ഥികളുടെ മനസ്സിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിന് സഹായകമാവും വിധമാണ് ഈ വിദ്യാലയത്തിൽ ദിനാചരണങ്ങൾ ആചരിച്ചിരുന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനം വൃക്ഷത്തൈകൾ നട്ടും കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തും പരിസ്ഥിതി സംരക്ഷണ റാലി നടത്തിയും ആചരിച്ചു. മലയാള സാഹിത്യത്തിലെ ഒട്ടേറെ കഥാപാത്രങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന ദിനമായിരുന്നു ജൂൺ 19 വായനാ ദിനം. വായനാക്കളരി ഉദ്ഘാടനം ചെയ്തും വായനാ പതിപ്പ് തയ്യാറാക്കി പ്രകാശനം ചെയ്തും വിദ്യാർത്ഥികൾ റവറൻഡ് സിസ്റ്റർ ലിസ്ബത്ത് CMCയുടെ സാന്നിധ്യത്തിൽ വായനാ ദിനം സമുചിതമായി ആചരിച്ചു. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുകയില്ല ഞങ്ങളുടെ ജീവിതങ്ങൾ എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ടും ലഹരി വിരുദ്ധ റാലി, പോസ്റ്റർ നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചുകൊണ്ടുമാണ് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത്. കലാലയ രാഷ്ട്രീയത്തെ വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ഇലക്ഷൻ സംഘടിപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, സംഘം ചേർന്ന് ഇലക്ഷൻ പ്രചരണം, മീറ്റ് ദ കാൻഡിഡേറ്റ്, പ്രിസൈഡിംഗ് ഓഫീസർ, വോട്ടിംഗ് കമ്പാർട്ട്മെന്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ഇലക്ഷൻ ഡ്യൂട്ടി ഒഫീഷ്യൽസ്, ബാലറ്റ് ബോക്സ്, വോട്ടെണ്ണൽ എന്നീ പ്രക്രിയകളിലൂടെ തിരഞ്ഞെടുത്ത എൽസ മരിയ ജോയ് ആണ് സ്കൂൾ ലീഡറായത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മാതാപിതാക്കളെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനാരോഹണം നടത്തി. ഭാഷാ ഗണിതശാസ്ത്ര ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ശ്രീമതി അനുപമ ദേവസി നിർവഹിച്ചു. വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച പ്രവൃത്തി പരിചയമേള കുട്ടികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. അനേകായിരങ്ങളെ കായിക ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ശ്രീ KP ബാബു സർ ആണ് ഈ വർഷത്തെ കായികമേള ഉദ്ഘാടനം ചെയ്തത്. വർണ്ണശബളമായ മാർച്ച് പാസ്റ്റോടെയും ആവേശോജ്വലമായ ദീപശിഖ പ്രയാണത്തിലൂടെയും ആരംഭിച്ച കായിക ദിനം വിദ്യാർത്ഥികൾക്ക് വേറിട്ടൊരനുഭവമാണ് കാഴ്ചവെച്ചത്. തരംഗ് 2K24 ആർട്സ് ഫെസ്റ്റ് കുട്ടികളുടെ ആവേശം വാനോളം ഉയർത്തുന്ന ദിനങ്ങളായിരുന്നു. സെപ്റ്റംബർ 5 അധ്യാപക ദിനം വിദ്യാർത്ഥികളും PTA കമ്മിറ്റിയും കൂടി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടന്റെ സാന്നിധ്യത്തിൽ സമുചിതമായി കൊണ്ടാടി. PTA നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് പ്രത്യേക ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. അത്തം മുതൽ ആരംഭിച്ച ആരവം 2K24 ഓണാഘോഷ പരിപാടികൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മനസ്സിൽ ഒരുമയുടെ ഐശ്വര്യത്തിന്റെ ആരവം നിറയ്ക്കുന്ന ദിനങ്ങളായിരുന്നു. ഒക്ടോബർ മാസത്തിലെ 10 ദിവസത്തെ ജപമാല വണക്കം ഈ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും മാതാവിന്റെ പ്രത്യേക അനുഗ്രഹം ചൊരിയുന്ന ദിനങ്ങളായിരുന്നു. ചാന്ദ്രദിനത്തിൽ സെന്റ് മേരീസ് UP സ്കൂൾ അക്ഷരാർത്ഥത്തിൽ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പോലെ തന്നെയായിരുന്നു. ഒട്ടുമിക്ക കുട്ടികളും റോക്കറ്റ് നിർമ്മിച്ചു കൊണ്ടുവന്നിരുന്നു. കൽപ്പന ചൗള, രാകേഷ് ശർമ്മ, സുനിത വില്യംസ് എന്നിവർ വിദ്യാലയത്തിൽ നേരിട്ടെത്തി കൂട്ടുകാരോട് ബഹിരാകാശ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. സഡാക്കോ സസാക്കിയുടെ പൂവണിയാതെ പോയ 1000 സഡാക്കോ കൊക്കുകളെ നിർമ്മിച്ചുകൊണ്ടാണ് ഹിരോഷിമ ദിനം ആചരിച്ചത്. അസംബ്ലിയിൽ
സഡാക്കോ സസാക്കി നേരിട്ടെത്തി കുട്ടികൾക്ക് സമാധാന സന്ദേശം നൽകി. റിട്ടയർഡ് കേണൽ ശ്രീ ഷാജി സിയുടെ സാന്നിധ്യത്തിലാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. അന്നേ ദിവസം വിദ്യാലയവും വിദ്യാർത്ഥികളും ത്രിവർണത്തിൽ അണിഞ്ഞൊരുങ്ങി വ്യത്യസ്ത പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗാന്ധിജിയും മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളും കൂട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്നു. ചിങ്ങം 1 കുട്ടികളുടെ ഇടയിലെ കുട്ടി കർഷകരെ കണ്ടെത്തി ആദരിച്ചു. ഒപ്പം മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും മികച്ച കർഷകനായി ശ്രീ അലക്സ് വർഗീസിനെ തിരഞ്ഞെടുത്ത് ആദരിക്കുകയുണ്ടായി. വളരെ വിപുലമായ പരിപാടികളോടെയാണ് ശിശുദിനം ആചരിച്ചത്. നെഹ്റു വേഷധാരികളായ കുട്ടികൾക്കൊപ്പം മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും ശുഭ്രവസ്ത്രധാരികളായി എത്തി. മദർ PTA നേതൃത്വത്തിൽ ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി ഒരുക്കി. ഈ പ്രവർത്തനങ്ങളെക്കാളേറെ വിദ്യാർത്ഥികളുടെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിച്ചത് വിനോദയാത്ര തന്നെയായിരുന്നു. ഇടപ്പള്ളി ലുലു മാളിലെ ഫണ്ടൂര പാർക്കും PVRലെ സിനിമയും കുട്ടികൾ ആവോളം ആസ്വദിച്ചു. ഡിസംബർ 3 ഭിന്നശേഷി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകളെ കൂട്ടുകാർക്ക് മുൻപിൽ അവതരിപ്പിച്ചു. DCL സംഘടനാ നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഡിസംബർ 8 പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനം വളരെ ഭക്തി നിർഭരമായി പുതിയ സ്റ്റേജിൽ ആദ്യ ദിവ്യബലി അർപ്പിച്ച് സ്കൂൾ ദിനമായി കൊണ്ടാടി. നക്ഷത്രങ്ങൾ തൂക്കിയും കരോൾ ഗാനങ്ങൾ ആലപിച്ചും ആനന്ദ നൃത്തമാടിയും സമ്മാനങ്ങൾ കൈമാറിയും ആശംസകൾ നേർന്നുകൊണ്ട് സെന്റ് മേരീസ് മക്കൾ ഒന്നായി ക്രിസ്തുമസ് ആഘോഷിച്ചു. ഇടവക ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ജനുവരി 24 വിദ്യാലയത്തിലേക്ക് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിച്ചു. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ വിദ്യാലയ അങ്കണത്തിൽ പ്രധാന അധ്യാപിക ശ്രീമതി ബിന്ദു വർക്കി പതാക ഉയർത്തി. ഫലദായകമായ ഏറെ ദിനങ്ങൾ സമ്മാനിച്ച ഈ അക്കാദമിക വർഷം ഒരു പിടി നേട്ടങ്ങളുടെ വർഷമായിരുന്നു. ഈ വിജ്ഞാന സൗധം അനേകായിരങ്ങൾക്ക് വെളിച്ചം പകരുന്ന വിജ്ഞാന ജ്യോതിസായി ജ്വലിച്ചുയരട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.